ഉണ്ടാക്കാനായിട്ട് ചിക്കൻ തേങ്ങാപ്പാലിൽ വരട്ടിയത് ഉണ്ടാക്കാം. അതിനായിട്ട് 1.5 കിലോ ചിക്കൻ ഞാൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക്, 2 സ്പൂൺ തൈര്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, പിന്നെ 1 ടീസ്പൂണായിട്ട് ഇഞ്ചി ചതച്ചത്. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഏകദേശം ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ വെക്കേണ്ടതാണ്. അപ്പം ഞാനിവിടെ ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് 4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് കറുവപ്പട്ട, കുറച്ച് ഗ്രാമ്പു ഇത്ര ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്യാവുന്നതാണ്. ഇത് നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1/4 കിലോ ചുവന്നുള്ളി തൊലി കളഞ്ഞത്, 2 സവോള അരിഞ്ഞത്, ഒരു വലിയ തക്കാളി അരിഞ്ഞു വെച്ചേക്കുന്നത്. അപ്പം ഇത്രയും സാധനങ്ങൾ ഇനി നമുക്ക് വഴറ്റിയെടുക്കാവുന്നതാണ്. ആദ്യം ചുവന്നുള്ളി നമുക്ക് വഴറ്റിയെടുക്കാം. അത് നന്നായിട്ട് വഴന്നതിന് ശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി നന്നായിട്ട് വഴറ്റിയെടുത്ത് കൊടുക്കാം. നമ്മുടെ സവാളയും ചുവന്നുള്ളിയും നല്ല രീതിയിൽ നമുക്ക് വഴന്ന് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കറിവേപ്പില ചേർത്തതിന് ശേഷം ബാക്കി വന്ന് 3 പച്ചമുളക് കീറിയതുണ്ട്. 3 പച്ചമുളക് കീറിയതും ബാക്കി വരുന്ന വെളുത്തുള്ളി പേസ്റ്റും ഇഞ്ചിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്ന വരെ നല്ല രീതിയിൽ ഇതൊന്ന് വഴറ്റാൻ വയ്ക്കാം. നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കേണ്ടതാണ്. ഇടയ്ക്ക് നമുക്ക് അറിയാം ഇതിൻ്റെ മണം വരുമ്പോൾ ഇതിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ടോ ഇല്ലയോ. അപ്പോൾ പച്ചമണം മാറുന്നതനുസരിച്ച് നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത്രയും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സെറ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ആഡ് ചെയ്ത് നമുക്ക് നല്ല രീതിയിലൊന്ന് ഇനി മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ വഴറ്റി വെച്ച സവോളയൊക്കെ ആയിട്ട് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 15 തൊട്ട് 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. അടിയിൽ പിടിക്കാതെ നമുക്ക് നല്ല രീതിയിലൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഞാനിതിൻ്റെ ഇടയിൽ പാനൊന്ന് മാറ്റിയിട്ടുണ്ട്. മറ്റേ പാൻ ചെറുതായതുകൊണ്ട് ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പാൻ മാറ്റി. പിന്നെ ഇതിനകത്ത് ചേർത്തൊരു ഇൻഗ്രീഡിയൻ്റാണ് ഒരു തേങ്ങയുടെ പാലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പാല് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പാൽ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. ഇത് അടി പിടിക്കാതെയും എല്ലാം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം ഈ ചിക്കൻ്റെ പീസിലെല്ലാം ഈ തേങ്ങാപ്പാൽ പിടിക്കണം. ഈ തേങ്ങാപ്പാൽ ഒഴിക്കുന്നതിലാണ് ഇതിൻ്റെ ആ ടേസ്റ്റ് നിറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം
കൈ മാറ്റാതെ കുറച്ച് നേരം ഒന്ന് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് ഫ്രൈ ആയപ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ചിരുന്ന ഒരു തക്കാളി അരിഞ്ഞത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. തക്കാളി ഇതിനകത്തേക്ക് ഇട്ടതിന് ശേഷം അതും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഏകദേശം നമ്മുടെ കറി സെറ്റായിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങി. ഇനി ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ അത് ഉണ്ടെങ്കിൽ നമുക്കത് ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ വേണ്ട. മല്ലിയിലയും കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് നമ്മുടെ ഈ കറിക്ക്. ഇത് ഏത് ഫുഡിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാവുന്നതാണ്. ചോറിൻ്റെ, ചപ്പാത്തിയുടെ, അപ്പത്തിൻ്റെ കൂടെയൊക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു റെസിപ്പിയാണ്, നല്ല ടേസ്റ്റും ഉള്ളതാണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.